കേരളത്തിൽ എന്താണ് നടക്കുന്നത്? പാർട്ടി പ്രവർത്തകരെ പോലും ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് നമുക്കുള്ളത്. പോലീസിനെതിരെ മിണ്ടിയ പണി ഉറപ്പ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അടുത്തിടെ ഇടുക്കിയിൽ നടന്ന ഒരു സംഭവം ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. പോലീസിനെ വിമർശിച്ച ഒരു പാർട്ടി നേതാവിന് തന്റെ പദവി തന്നെ നഷ്ടപ്പെട്ടു. ഇതൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, മറിച്ച് കേരളത്തിൽ പോലീസിന്റെ അധികാരം എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. CPM ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഷിജോ സെബാസ്റ്റ്യന്റെ കാര്യമാണ് പറയുന്നത്. ഒരു പാർട്ടി അനുഭാവിയുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടതിനാണ് അദ്ദേഹത്തിന് ലോക്കൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായത്. എന്തായിരുന്നു ഷിജോ ചെയ്ത തെറ്റ്? പോലീസ് ചെയ്യാൻ മടിച്ചൊരു കാര്യം ചെയ്യാനായി അദ്ദേഹം അവരെ നിർബന്ധിച്ചു. ഒരു സ്ത്രീയെയും അവരുടെ അമ്മയെയും ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. ഈ സ്ത്രീകൾ പരാതിയുമായി കാളിയാർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ CI കേസ് എടുക്കുന്നില്ല. പാർട്ടി നേതാവ് ഇടപെട്ടിട്ടും നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ ഷിജോ സെബാസ്റ്റ്യൻ ഒരു പ്രസ്താവന ഇറക്കി. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ തുറന്നു കാണിച്ചു. ആ പ്രസ്താവന ആഭ്യന്തര വകുപ്പിന് അവമതിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞാണ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്. ഇത് കാണുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുന്നു. പാർട്ടി നേതാവിന് പോലും നീതിക്കായി പോലീസിന് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥ വന്ന സാധാരണക്കാരന്റെ സ്ഥിതി എന്തായിരിക്കും? ഒരു ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ സ്വന്തം പോലീസിന് വേണ്ടിയാണോ നിലകൊള്ളേണ്ടത്? പോലീസ് ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു പാർട്ടി നേതാവിന് പോലും അവകാശമില്ലെങ്കിൽ ഈ ഭരണം പിന്നെ എന്തിനാണ്? പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവമുണ്ടായ ഒരു പ്രവർത്തകനോട് പാർട്ടിക്ക് പറയാനുള്ളത് മിണ്ടാതിരിക്കുക, പണിയുറപ്പ് എന്നാണോ? ജനാധിപത്യപരമായൊരു സമൂഹത്തിൽ ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. സ്വന്തം പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും ആ അവകാശം നിഷേധിക്കുന്നത് എത്രത്തോളം ശരിയാണ്? പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ നീതിക്കായി ശബ്ദമുയർത്തിയ ഷിജോയ്ക്ക് തന്റെ പദവി നഷ്ടമായി. പോലീസുകാർക്ക് ഇതൊരു അനുഗ്രഹമായി മാറി. ഈ സംഭവം പോലീസിന് ഒരു സന്ദേശം നൽകുന്നു. എന്തും ചെയ്യാം, ആരും ചോദ്യം ചെയ്യില്ല. പോലീസിന് തോന്നിയതുപോലെ പെരുമാറാനുള്ള ലൈസൻസ് നൽകുന്നത് ശരിയായ നടപടിയാണോ? കഴിഞ്ഞ കുറച്ചു കാലമായി പോലീസിന്റെ പ്രവർത്തനങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ്. ക്രൂരമായ മർദ്ദനങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ, രാഷ്ട്രീയ അതിപ്രസരം എന്നിവ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ ശ്രമിക്കുന്ന സർക്കാർ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്റെ ശബ്ദം പോലും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഈ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത്.